വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ജോക്കർ ഫോളോ ഡ്യൂ കാണാൻ വേണ്ടി വന്നേക്കാണ്. ജോക്കർ പാർട്ട് 2 കേട്ടോ. ജോക്കർ ഫോളോ ഡ്യൂ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൈസ് ദ മാഡ്നസ് എന്നാണ്. ഈ സിനിമ കണ്ടതിന് ശേഷം ഞാനാണ് വട്ടായിരിക്കണത്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഈ സിനിമയിൽ ആദ്യം ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങൾ ആദ്യം പറയാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ. എൻ്റെ മുഖത്തുനിന്ന് കുറേ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റും. എന്തായാലും ഞാൻ പറയാം. ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന്, വോക്കീൻ ഫീനിക്സ്. പുള്ളി ഇനി ജീവിതത്തിൽ ഒരിക്കലും മോശമായിട്ട് ആക്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പുള്ളിയുടെ ഹാർട്ട് ആൻഡ് സോൾ ഈ സിനിമയ്ക്ക് വേണ്ടി പുള്ളി എടുത്ത് പുറത്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് ആരാണെന്നറിയില്ല, വേറെ ലെവൽ ക്യാമറ വർക്ക്. ഈ 2 കാര്യമില്ലാതെ എനിക്ക് ഈ സിനിമയിലെ ഒരു കാര്യം പോലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ തുറന്ന് പറയാണ്. ഒരു കട്ട DC ഫാനായ, കട്ട ബാറ്റ്മാൻ ഫാനായ ജോക്കർ എന്നുള്ള ആദ്യത്തെ സിനിമ ഒരു മാസ്റ്റർ പീസായിട്ട് മനസ്സിൽ കൊണ്ടു കിടക്കുന്ന എനിക്ക് ഇത് ഒരു ഡിസാസ്റ്ററായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ. ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ആവണമെന്നേ ഇല്ല. ഞാൻ ഈ സിനിമയെ മദർ ഓഫ് ഓൾ ഡിസപ്പോയിൻമെൻറ്റ്സ് ഓഫ് എ സീക്വൽ എന്ന് ഞാൻ പറയും. ഇതിന് മുന്നേ ഇങ്ങനൊരു സംഭവം എനിക്ക് ഉണ്ടായിരിക്കണം മാർവലിലാണ്. ഗോസ്റ്റ് റൈഡർ എന്നുള്ള സിനിമ മനസ്സിൽ കൊണ്ടു നടന്നിട്ട് സെക്കൻഡ് പാർട്ട് ഗോസ്റ്റ് റൈഡർ സ്പിരിറ്റ് ഓഫ് വെഞ്ചൻസ് കാണാൻ പോയപ്പോൾ എനിക്ക് എന്താണ് തോന്നിയത്, അതിൻ്റെ 10 ഇരട്ടിയാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. ആ സിനിമ കണ്ടെങ്കിലും ഇരിക്കുകയായിരുന്നു. അതൊരു അപരാധമായിട്ട് ഞാൻ കൺസിഡർ ചെയ്യണം. എന്നാലും എന്തെങ്കിലുമൊക്കെ ആക്ഷൻ സെറ്റ് പീസ് എങ്കിലും കണ്ടിരിക്കുകയായിരുന്നു. ഈ സിനിമയിൽ ഒരു കുന്തം ഇല്ല എന്നുള്ളതാണ്. എനിക്ക് അതിന് താഴെ ഇത് വെക്കാൻ പറ്റുള്ളൂ. മദർ ഓഫ് ഓൾ ഡിസപ്പോയിൻമെൻറ്റ്സ് ഫോർ മീ. ഇത്രയും ഒരു കച്ചറ സിനിമ ഞാൻ ഒരിക്കലും അങ്ങനെ പറയാറില്ല, പക്ഷേ ഇത്രയും ഒരു കച്ചറ സിനിമ ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഈ വോക്കീൻ ഫീനിക്സ് എന്ന് പറഞ്ഞ നടനോട് ചെയ്ത ഒരു നീതികേടുണ്ടല്ലോ, പറയാതിരിക്കാൻ വയ്യ. ഈ സിനിമയിൽ അദ്ദേഹത്തിനെ കൊണ്ട് അവരെ അഭിനയിപ്പിച്ചിരിക്കുന്ന കാണണം. വേറെ ലെവൽ സീനിൽ പുള്ളി അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ എന്തിന് ഇങ്ങനെ ഒരു സ്ലംബർ ഫെസ്റ്റ്? രാവിലെ തന്നെ ഈ സിനിമ പോയി കണ്ടിട്ട് ഞാൻ ആലോചിച്ചത് ഈ സിനിമ 7 AM ഷോ ഉണ്ടായിരുന്നു വനിതയിൽ. പക്ഷേ ഇതൊരു ഫ്ലാറ്റ് റേഷ്യോ സിനിമയുണ്ട്. വനിതയിലെ സ്ക്രീൻ ഫ്ലാറ്റ് റേഷ്യോ അല്ലാത്തതുകൊണ്ടാണ് PXL ഞാൻ ഇരട്ടി പൈസ കൊടുത്ത് സിനിമ കാണാൻ വേണ്ടി പോയത്. 240 രൂപ എടുത്താണ് ഇവിടെ ടിക്കറ്റ്, അവിടെ 100 സംതിങ് രൂപയെ. എന്നിട്ട് ഞാൻ പറയുന്നത് ഡിസപ്പോയിൻമെൻറ്റ് എനിക്ക് മൾട്ടി ലെവലിലായിരുന്നു. ഇവിടെ ഇത് റേഷ്യോ സ്വിച്ചിങ്ങാണ്. തുടക്കം തന്നെ ഒരു സ്ക്വയറിൽ 1:1 റേഷ്യോയിൽ സിനിമ തുടങ്ങിയിട്ട് പിന്നെ വേറൊരു റേഷ്യോയിലാണ് വന്നത്. ഈവൻ ഇവിടെയും PXL ഫുൾ സ്ക്രീൻ അല്ലായിരുന്നു, മുകളിലടിയും ചെറിയ ബ്ലാക്ക് ബാർസ് ഉണ്ടായിരുന്നു. അതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ കൂടാണ്ട് എന്നെ ഇന്ന് രാവിലെ കർമ്മ എനിക്കൊരു സഹായം ചെയ്തു, പക്ഷെ ഞാനത് മനസ്സിലാക്കിയില്ല. ഈ ഒരു സിനിമയോട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ ബുക്ക് ചെയ്ത ടിക്കറ്റ് ക്യാൻസലായിപ്പോയി, 2 ടിക്കറ്റും എൻ്റെ അനുപയുടെ. എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ഞാൻ JRO ആണ് ബുക്ക് ചെയ്തിരുന്നത്. എൻ്റെ ടിക്കറ്റ് എന്തോ എററൊക്കെ വന്ന് എന്തോ പ്രശ്നം വന്ന് ക്യാൻസലായി. എന്നിട്ട് അവർ അപ്പോളജൈസ് ചെയ്ത് എനിക്ക് മുകളിൽ M റോയിലാണ് എനിക്ക് ടിക്കറ്റ് രണ്ടാമത് ബുക്ക് ചെയ്ത് ഞാൻ അവിടെ നമ്മുടെ ലോബിയിൽ നിന്നും നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് മേടിച്ച് അകത്ത് കയറിയത്. അതൊരു വാർണിംഗ് ആയിരുന്നുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മറ്റേ ഇന്ന് നിനക്ക് ടിക്കറ്റ് ഇല്ല, നീ വീട്ടിൽ പോക്കുമെന്ന് പറഞ്ഞ പോലെ ആയിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ തന്നെ പെർസിസ്റ്റ് ചെയ്ത് ഞാൻ വസ്തുതയെ തന്നെ കാണുമല്ലോ, ജോക്കറല്ലേ, ജോക്കർ സെക്കൻഡ് പാർട്ട് ഫോളോ ഡ്യൂ എന്നും പറഞ്ഞുകൊണ്ട് ടോഡ് ഫിലിപ്സ് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ചെല്ലണത്. നിങ്ങൾ ആരൊക്കെ ഇതിൻ്റെ ഡയറക്ടർ ആരാന്നറിയാമോ? ജോക്കർ 1 എടുത്തു വെച്ച മാസ്റ്റർ പീസ് ഡയറക്ടറാണ്. പക്ഷേ അതിന് മുന്നേ പുള്ളി ഹാങ് ഓവർ ഡ്യൂ ഡേറ്റ് ഒക്കെ എടുത്തിട്ടുള്ള ഡയറക്ടറാണ്. എന്താണ് പുള്ളി ഇതിനകത്ത് കാണിച്ചു വെച്ചേക്കുന്നത് എനിക്കറിയാം. എനിക്ക് ഡയറക്ഷൻ ഒരു തരി പോലും ഇഷ്ടപ്പെട്ടില്ല. ഇത്രയും വലിയൊരു ദുരന്തം ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല എന്ന് ഞാൻ തുറന്ന് പറയണതാണ്. ഞാൻ കണ്ടിട്ടില്ല ഈ സിനിമയെങ്ങാലും. ഞാൻ IMAXൽ ഞാൻ കോയമ്പത്തൂരെങ്ങാലും പോയി കണ്ടിരുന്നെങ്കിലുണ്ടല്ലോ, എനിക്ക് ആലോചിക്കാൻ വയ്യ എനിക്കത്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ ഞാൻ IMAXൽ കാണാൻ വേണ്ടി കച്ച കെട്ടിയിരിക്കണമായിരുന്നു. അപ്പോഴാണ് ഈ ഇവന്മാർ ഇവിടെ ഇന്ത്യയിൽ ഒക്ടോബർ 4 IMAXൽ ഇറക്കുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ PXL ബുക്ക് ചെയ്യാണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് പോകാനിരിക്കണമായിരുന്നു. ഈ സിനിമ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും രണ്ടാമത് എനിക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയായി പോയി എൻ്റെ. IMAXലൊന്നും പോയി എനിക്കിത് കാണാൻ ആലോചിക്കാൻ വയ്യ. ഇങ്ങനെ ഒരു സ്ലംബർ ഫെസ്റ്റ് ആയിട്ടുള്ളൊരു പടം, അതായത് ഒന്നുമില്ലടെ എന്നെ സംബന്ധിച്ച്. എനിക്ക് ഈ സിനിമയിൽ വോക്കീൻ ഫീനിക്സും ഇതിലെ ക്യാമറ അല്ലാതെ വേറെ ഒന്നും എനിക്ക് നല്ലത് പറയാനില്ല. അത് മാത്രം ആവേണ്ട പടമാണ്. ഫസ്റ്റ് പടം ഒരു മാസ്റ്റർ പീസാണ്. ഓസ്കർ അവാർഡ് കിട്ടിയാണ് ആക്ടിങ്ങിന്. ആ പടത്തിൻ്റെ സീക്വലാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്. എനിക്ക് എന്താ ഓർമ്മ എന്ന് പറയട്ടെ, ശങ്കറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഫസ്റ്റ് അന്യൻ എടുത്ത് വെച്ചിട്ട് മറ്റേ ഇപ്പം അന്യൻ 2 എടുക്കാൻ പോകണമെന്ന് പറയുന്നുണ്ട്. മറ്റേ എന്തിനെടുത്തിട്ട് എന്തിരൻ 2ാം ഭാഗം എടുത്ത് വെച്ച പോലെ. അല്ലെങ്കിൽ നമ്മുടെ ഇക്കൊല്ലം തന്നെ കണ്ട ഇന്ത്യനാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇന്ത്യൻ 2
ഇന്ത്യൻ എന്ന് പറഞ്ഞ സിനിമയും ഞാൻ ഇക്കൊല്ലം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ചോക്കെ, ഇന്ത്യൻ എന്നുള്ള സിനിമ റീവാച്ച് ചെയ്തതിന് അത്ര ഇഷ്ടം കൊണ്ടാണ്. എന്നിട്ടാണ് ഇന്ത്യൻ 2 കാണാൻ പോയത്. ഈ ജോക്കർ എന്നുള്ള പടം മനസ്സിൽ അത്രയും വെച്ചിട്ട് ഇതിൻ്റെ സീക്വലായി ജോക്കർ ഫോളി ഡ്യൂ കാണാൻ പോയിട്ടേ എൻ്റെ പൊന്നെ എനിക്ക് ഇന്ത്യൻ 2 ആണ് ഓർമ്മ വന്നത്. അത്രയും ഒരു, ഞാൻ പറഞ്ഞ ഇന്ത്യൻ 2 ആണെങ്കിൽ നമുക്ക് കോക്കണൻ്റെ ഭാഷ പറഞ്ഞ മലങ്കൾട്ട് എന്നും പറഞ്ഞെങ്കിൽ എന്തെങ്കിലും അപരാധമാണെങ്കിൽ പോലും നമുക്ക് കണ്ടുകൊണ്ട് എന്തെങ്കിലും ഇരിക്കാന്ന് പറയും. ഈ സിനിമയിൽ ഹാഫ് ഓഫ് ദ ഓഡിയൻസ് കിടന്ന് ഉറക്കം വന്ന് തൂങ്ങാണ്. ഇങ്ങനൊരു ഡിസാസ്റ്റർ ഇത്രയും വലിയൊരു ഡിസാസ്റ്റർ ഞാൻ ഈ കൊല്ലം വേറെ കണ്ടിട്ടുണ്ടാവില്ല എന്ന് ഞാൻ പറയും. അതായത് നമുക്ക് ഈ സിനിമ വെറുക്കാനും പറ്റണില്ല, അതിനകത്തുള്ള നടൻ ഇമാതിരി അഭിനയം കാണിച്ചു നോക്കുമ്പോഴേക്കും അത് കാണാതിരിക്കാനും പറ്റാനുള്ള അങ്ങനത്തെ ഒരു അവസ്ഥ. എന്നാൽ സിനിമയാണെങ്കിൽ ആ സ്ലോത്ത് എന്ന് വിളിക്കും. ആ സൂട്ടിയോപ്പിയ സിനിമേനകത്ത് ഒരു സ്ലോത്ത് എന്ന് പറഞ്ഞ ആനിമലെ കാണിക്കും, റോഡൊക്കെ ക്രോസ് ചെയ്യാൻ കുറേ സമയം എടുക്കണത്. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഈ സിനിമ എനിക്ക് തിയേറ്ററിൽ കണ്ടത്. അത് പണ്ടാരൊന്ന് തീര് ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കണത്. ഞാൻ അത് എൻഡ് ചെയ്തതാ ഡിസപ്പോയിൻമെൻ്റ് എന്ന് പറഞ്ഞാൽ പീക്ക് ഡിസപ്പോയിൻമെൻറ്റ്. എൻ്റെ ഉള്ളിലുള്ള ജോക്കർ ലവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം എന്തെങ്കിലും സംഭവിക്കും. എവിടെ ഒന്നും സംഭവിക്കുന്നില്ല. അനൂപ ഇങ്ങനെ സംഭവിക്കും എന്ന് പറയുന്നത് അനൂപ ഇടയിലൊക്കെ ഉറങ്ങിപ്പോയി. അനൂപയ്ക്ക് ജോക്കർ 1 അത്ര ഇഷ്ടപ്പെട്ടാണ്. ഞാൻ അനൂപയെ ഫസ്റ്റ് ഡേ തന്നെ എൻ്റെ കൂടെ തന്നെ കൊണ്ടുപോയി കാണിച്ചാണ് ജോക്കർ. അത്ര ഇഷ്ടപ്പെട്ടാണ് അനൂപ ജോക്കർ 2ാം ഭാഗം കാണാൻ വരാമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ വന്നത്. പക്ഷെ അനൂപ എന്നോട് ചോദിച്ചിട്ട് ഇത് എന്ത് പടമാണ് കേട്ടാന്ന്. അത് തന്നെയാണ് എനിക്ക് ഡയറക്ടറോടും ചോദിക്കാനുള്ളത്. ഇതെന്ത് പടമോടെ താൻ എടുത്ത് വെച്ചിരിക്കുന്നത്? എൻ്റെ ദൈവം, ഇനി മേലാ നിങ്ങൾ ആ ജോക്കർ 1 ഇനി അങ്ങോട്ടേക്ക് വേറെ ഒരു പടം ഇറക്കല്ലേ. ഇത് തന്നെ മതിയായി ഞങ്ങൾക്ക്. അതാണ് എൻ്റെയും എൻ്റെ വൈഫിൻ്റെ അഭിപ്രായം പറയാനുള്ളത്. പിന്നെ ഹാർലി ക്വിൻ, മാർഗറ്റ് റോബി എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്? ഇവിടെ ലേഡി ഗാഗയെ കൊണ്ട് എന്തെന്നാണ് നിങ്ങൾ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇനി മേലെ ദേവി ഇത് ലേഡി ഗാഗനെ ഒന്നും കൊണ്ടുപോയിട്ട് ഈ ഹാർലി ക്വിനായിട്ട് കാസ്റ്റ് ചെയ്യല്ലേ പ്ലീസ്. ഒരാൾ വേറെ ലെവലിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ക്യാരക്ടർ അതിൻ്റെ മുകളിൽ പോയി അല്ലെങ്കിൽ അതിനോട് നീതി പുലർത്തണ്ടേ? ഇത് എന്തോന്നാണ് ഇത് കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇതെങ്ങനെ DC അപ്രൂവ് ചെയ്ത് ഈ സിനിമ? എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ് DC സിനിമ അപ്രൂവ് ചെയ്തത്? അവിടെ ബാറ്റ് ഗേൾ എന്ന് പറഞ്ഞ സിനിമ എന്താണ്ടും അവർ ഷെൽവ് ചെയ്തെന്ന് കേട്ടായിരുന്നു. ഇത് DC കണ്ടിട്ടാണ് അപ്രൂവ് ചെയ്ത് വിട്ടത്. എനിക്കറിയാൻ പാടില്ല. ഇതിൻ്റെ ബഡ്ജറ്റ് എന്തോ ഹ്യൂമങ്കസ് ബഡ്ജറ്റ്. ഇയാൾ സെറ്റ് ഇടാനും കുറേ ബാല കളിക്കാനും വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നുണ്ട് ആ പൈസ ഉപയോഗിച്ചത്. എന്തിനാണ് ഇത്ര പൈസ കൊണ്ട് കളഞ്ഞത് എനിക്ക് മനസ്സിലാവുള്ളൂ. ഇതിനകത്ത് കുറച്ച് ഡ്രീം സീക്വൻസസ് ഉണ്ട്. ഈ ജോക്കർ, അതായത് നമ്മുടെ ആർതർ ഫ്ലെക്കിൻ്റെ തലയിൽ വരുന്ന കാര്യങ്ങൾ എടുത്ത് കാണിക്കുക. അതിന് വേണ്ടിയിട്ട് ഇയാൾ കണ്ടമാനം പൈസ കളഞ്ഞു. സെറ്റൊക്കെ അടിപൊളിയൊക്കെ നല്ല. പക്ഷേ എന്തോന്ന് പാടം, ഇത് മനുഷ്യന് കാണണ്ടേ? ഒരു ഓഡിയൻസ് ഇതെങ്ങനെ 2.5 മണിക്കൂർ ഇതിങ്ങനെ കണ്ടിരിക്കും? ഐമാക്സിലൊക്കെ പോയി ഇരുന്ന് കണ്ടവരൊക്കെ ഉണ്ടല്ലോ. ഞാൻ ക്ഷമക്കുള്ള നെല്ലിപ്പലക അവാർഡ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഒരു നെല്ലിപ്പലക മേടിച്ചിട്ട് വന്നിട്ട് ഞാൻ അവാർഡ് കൊടുക്കാം ക്ഷമയുടെ. എനിക്ക് തോന്നാനുള്ള ഇത് എങ്ങനെ ഞാൻ ഇരുന്ന് എൻ്റെ ഉള്ളിൽ. പക്ഷേ എങ്ങനെയോട്ടെ എനിക്ക് ഉറക്കം, എനിക്ക് സങ്കടം വന്നിട്ട് ഞാനിങ്ങനെ ഇരിക്കണേണ്. ഒന്നും നന്നാവും പടം, എവിടെയെങ്കിലും ഒരു ഹൈ മൊമെൻറ്റ് വരട്ടെ എന്ന് പറഞ്ഞിട്ട്. എൻ്റെ സങ്കടം നിങ്ങൾ എൻ്റെ മുഖത്ത് കാണാൻ പറ്റും. എനിക്കത് മറയ്ക്കാൻ പറ്റില്ല. കാരണം അത്രയും ദേഷ്യവും വിഷമവും എനിക്കൊക്കെ കൂടെ വരുന്നുണ്ട്. ഈ സിനിമ എടുക്കരുതായിരുന്നു, ഇങ്ങനൊരു സീക്വലേ എടുക്കരുതായിരുന്നു. അവിടെ നിർത്തിക്കൊള്ളായിരുന്നു ജോക്കറിൽ വെച്ചിട്ട്. ഇതെല്ലാം കൂടാണ്ട് എനിക്ക് ഒരു കാര്യം എനിക്ക് മറ്റുള്ള എല്ലാവരോടുമായിട്ട് പറയാനുണ്ട്. നോളൻ പടം എടുക്കുന്ന പോലെ എന്തിനാണ് എല്ലാവരും അങ്ങനെ പടം എടുക്കാൻ വേണ്ടി നടക്കുന്നത്? നോളൻ്റെ കളർ ടോണും നോളൻ്റെ ടൈപ്പ് ഫ്രെയിംസും അതേ ടൈപ്പ് മ്യൂസിക്കും ഒക്കെ ആയിട്ട് ചില സമയത്ത് ഡാർക്ക് നൈറ്റിൻ്റെ മ്യൂസിക്കൊക്കെ കയറി വരുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ മ്യൂസിക് ഹാൻസമർ തന്നെയാണ് ചെയ്തേക്കണേ. എനിക്കറിയാൻ പാടില്ല. പക്ഷേ എനിക്കൊരു ദേഷ്യം വന്നത് കാരണം എല്ലാവരും എന്തിനാണ് പുള്ളിയെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കണത്? നോളൻ്റെ രീതി സിനിമ അടിക്കുന്നത് അത് കണ്ടിട്ട് അതേപോലെ ഞാൻ ചെയ്യാൻ നോക്കണത് എന്തിനാണ്? നിങ്ങൾ ഒരേ കളർ ടോണും ഒരേ രീതിയിൽ ചെയ്തു വെച്ചാൽ നോളൻ ആവില്ല. നിങ്ങൾ അതിനുള്ള കഴിവ് വേണം. ഇപ്പോൾ ഡെനി വില്യനോർ അയാളുടെ രീതിയിലാണ് സിനിമ എടുക്കുന്നത്, നോളൻ്റെ രീതിയിൽ. അങ്ങനെ പല രീതിയിൽ പല ആൾക്കാർ സിനിമ എടുക്കുന്നുണ്ട്. അവരെ പോലെ ആവാൻ വേണ്ടി എന്തിനാണ് ഇങ്ങനെ ഒപ്പിക്കേറ്റ് വെക്കണം? എനിക്കറിയാം ഇത് സ്റ്റുഡിയോയുടെ ഇനി പ്രോബ്ലമാണ്. വാർണർ ബ്രദേഴ്സിൻ്റെ പരിപാടിയാണ് അത്. ശരി, അത് ആ സീരീസ് ഹിറ്റ്, അപ്പോൾ അതേപോലെ തന്നെ ഇരിക്കട്ടെ ഇതെന്നും പറഞ്ഞുകൊണ്ട് എന്താണ് കാണിക്കുന്നത്? ഇത് കണ്ടാലറിയാം ഇത് എന്തൊക്കെയോ എന്താണ് ആൾക്കാരെ പൊടി എന്താ പറയുക പറ്റിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല ഇപ്പോഴൊന്നും. വെറുതെ ആ നോളൻ്റെ കളർ ടോണും ആ ടൈപ്പ് സാധനം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നോളൻ്റെ സിനിമ കാണുന്ന എഫക്റ്റ് കിട്ടുമോ നിങ്ങൾക്ക്? എനിക്ക് തീർച്ചയായിട്ടും കിട്ടില്ല. ഈ പോസ്റ്റർ ഞാൻ നോക്കിയറിയാം, ആ ഒരു നോളനിഷ് എഫക്റ്റാണ് ഈ പോസ്റ്ററിൽ പോലും ഉള്ളത്. എന്നാൽ അതുപോലെയൊന്നും വരണ്ട. അല്ലെങ്കിൽ
ഒന്നും വേണ്ട, ഒരു സിനിമ എന്തിനാണ് ഉണ്ടാക്കുന്നത്? ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാൻ. അത് പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സിനിമയൊക്കെ പടച്ചു വിടണമെന്ന് ഞാൻ ആലോചിക്കണത്. ഈ മനുഷ്യൻ്റെ സമയം കളഞ്ഞ എന്തിനാ? ഈ മനുഷ്യൻ്റെ ഇത്ര ആക്ടിങ് എബിലിറ്റി നശിപ്പിച്ചാൽ എന്തിനാ? ഇത്രയും കഷ്ടപ്പെട്ട് ഇയാളെ കൊണ്ട് അഭിനയിപ്പിച്ചിട്ട് ഈ സാധനം ആൾക്കാരെ കൊണ്ടുവന്ന് ഇരുത്തി ഇങ്ങേരെ മറ്റേ അപമാനിക്കുകയാണ് നിങ്ങൾ ചെയ്യണത്. സങ്കടം കൊണ്ട് പറയുകയാണ്. വോക്കിൻ ഫീനിക്സ്, വാട്ട് എ ബ്രില്യൻറ്റ് ആക്ടർ യു ആർ മാൻ. ഐ ആം സോ സോറി ദാറ്റ് ദീസ് ഗൈസ് മേഡ് യു ആക്ട് ദിസ് മൂവി. അത്ര എനിക്ക് പറയാനുള്ളൂ. ആ മനുഷ്യൻ ഹീ ഡിസേർവ്സ് എ ലോട്ട് മോർ. എന്താണ് നിങ്ങൾ ചെയ്തു വെച്ചത് ആ മനുഷ്യനെ വെച്ചിട്ട്? ആ മനുഷ്യൻ്റെ സമയവും ടാലൻറ്റും നിങ്ങൾ കളഞ്ഞില്ലേ ഈ സിനിമ എടുത്ത് വെച്ചിട്ട്? അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യണത്. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്യണത്. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ ഒന്ന് പറ, എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്നുള്ളത്. എനിക്കത് ഹ്യൂജ് ഡിസപ്പോയിൻമെൻറ്റാണ്. ഐ ക്യാൻ ഗോ ഓൺ റാൻറ്റിങ് അബൌട്ട് ഇറ്റ്. കാരണം 2.5 മണിക്കൂർ അസഹനീയമായ ഒരു എക്സ്പീരിയൻസ്. ഞാൻ പറഞ്ഞില്ലേ, ഗോസ്റ്റ് റൈഡർ 2 സ്പിരിറ്റ് ഓഫ് വെഞ്ചൻസ് കണ്ടവർക്ക് അറിയാം എന്തൊരു പടമാണ് അതെന്ന്. അതുപോലും കണ്ട് മുഴുവിപ്പിക്കാൻ പറ്റും നമുക്ക്. അത് എത്ര അപരാധം അതിനകത്ത് കാണിച്ചുകൊണ്ടിരുന്നാലും അത് അറ്റ്ലീസ്റ്റ് ഒന്ന് കണ്ടിരിക്കുക. ഈ പടം മുഴുവിപ്പിക്കാൻ പെട്ട ഒരു പാട്. ഞാൻ കാര്യമായിട്ട് DC-യുടെ ഏറ്റവും മോശം പടമെന്ന് ഞാൻ പറയും. ഇതിന് മോശം ഒരു DC സിനിമ ഞാൻ കണ്ടിട്ടില്ല. മാർവൽ ഫാൻസിന് എടുത്തിട്ട് പൊരിക്കാനുള്ള വക കഴിഞ്ഞ്. ഇത്രയേ ഉള്ളൂ. എനിക്ക് മതിയെ, എനിക്ക് മടുത്ത് വെറുത്ത്. നിങ്ങളിനി കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ള സിനിമ കണ്ടിട്ട്. ഐ ആം സോ സോറി വോക്കിൻ ഫീനിക്സ് മാൻ. ഐ ആം റിയലി സോറി ടു സേ ദിസ്. ദ മൂവി സക്ഡ് ബിഗ് ടൈം ഇൻ മൈ ഒപ്പീനിയൻ, ബട്ട് യു വർ ഓസം. അത്ര പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ സിനിമാറ്റോഗ്രാഫർ, ഹൂവർ യു ആർ, നിങ്ങളുടെ സമയം ഇവർ നശിപ്പിച്ചതിന് ഞാൻ നിങ്ങളോട് സോറി പറയുന്നു. നിങ്ങളുടെ ടാലൻറ്റ് ഇതിനകത്ത് നിങ്ങളും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇതെങ്ങനെ മുഴുവിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനത്തെ ഒരവസ്ഥ.